നമസ്കാരം. ന്യൂജൻ നോട്ട് ഇത്തവണ എത്തി നിൽക്കുന്നത് തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്ത് തുമ്പ സെന്റ് സേവിയേഴ്സ് കോളേജിലാണ്. നല്ല കിടിലം പിള്ളേരാണ്, കിടിലം പിള്ളേർ. അതായത് വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിലായി കുറേ കുട്ടികളുണ്ട്. 100-ലധികം കുട്ടികളുള്ള മാസ് കമ്മ്യൂണിക്കേഷൻ വിഭാഗം. അങ്ങനെ ഒരു വലിയ ക്യാമ്പസാണ്. ഒരുപക്ഷെ തിരുവനന്തപുരത്തെ ഏറ്റവും മനോഹരമായ ക്യാമ്പസുകളിൽ ഒന്നുകൂടിയാണ് സെൻറ്റ് സേവിയേഴ്സ് എന്ന് പറയേണ്ടി വരും. തിരുവനന്തപുരത്തിൻ്റെ ഒരു ഭാഗം വിട്ടിങ്ങോട്ട് നിൽക്കുന്നതുകൊണ്ട് ഇതിൻ്റെ ഒരു ബ്യൂട്ടി, ഒരു മനോഹാരിത കൂടുതൽ ആൾക്കാർ കണ്ടിട്ടില്ല എന്നാണ് തോന്നുന്നത്. എങ്കിലും കേരളത്തിൽ ഇങ്ങോളമുള്ള ക്യാമ്പസുകൾ ഞങ്ങൾ കയറി ഇറങ്ങിയതിൽ ഏറ്റവും മനോഹരമായ ക്യാമ്പസാണ് ഇവിടുത്തെ എന്ന് പറയാം. അങ്ങനെയുള്ള കുട്ടികളായിരിക്കും എന്നും പ്രതീക്ഷിക്കാം, അല്ലേ? നല്ല കിടുപ്പിള്ളാരല്ലേ? അപ്പോൾ ഇവരോട് നമുക്ക് ചോദിക്കാം, എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു മൊത്തത്തിലുള്ള ഓളം എങ്ങനെയാണ് എന്ന് നോക്കാം. ഇതിനകത്ത് ഒട്ടുമിക്ക ആൾക്കാരും കന്നി-വോട്ടർമാരാണ്. അപ്പോൾ പലർക്കും തെരഞ്ഞെടുപ്പിനെ കുറിച്ച് അവരിപ്പോൾ കാര്യമായി ചിന്തിച്ചിട്ടില്ല. ആ തരത്തിൽ എങ്ങനെയാണ് ഇവർ ഇതിൽ പങ്കെടുക്കുന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ആദ്യം സംസാരിക്കുന്ന ആരാ ആദ്യം സംസാരിക്കുക? രമണൻ ഗോതയിലേക്ക് വരട്ടെ, പറഞ്ഞോ. ഈ ഒരു തെരഞ്ഞെടുപ്പ് എങ്ങനെയാണ് പൊതുവെ നിങ്ങൾ കാണുന്നത്? പൊതുവേ എൻ്റെ ആദ്യത്തെ വോട്ടാണ്, മനസ്സിലായില്ലേ? അപ്പോൾ അതിൻ്റെതായ ഒരു എക്സൈറ്റ്മെന്റ് ഒക്കെ ഉണ്ട്. കാരണം നമ്മൾ വോട്ട് ചെയ്യുന്ന ആളെ ജയിക്കണം എന്നുള്ളൊരു വാശിയും കൂടെ ഉണ്ട്. കാരണം ഫസ്റ്റ് വോട്ട് ചെയ്യുന്ന നമ്മൾ വോട്ട് ചെയ്യുന്ന ആൾ തോറ്റുപോയാൽ നമുക്കല്ലേ ഒരു നാണക്കേട്. അത് കുഴപ്പമില്ല, രണ്ടാമത് ട്രൈ ചെയ്യാം. എന്നാലും പ്രതീക്ഷകളാണ്. ടോണിയുടെ ഒരു എൻ്റെ സ്ഥാനാർത്ഥി ഇങ്ങനെ ആയിരിക്കണം, ഇപ്പോൾ ഞാൻ വോട്ട് ചെയ്യുന്ന ആൾ ഇങ്ങനെ ആയിരിക്കണം, ഇപ്പോൾ പ്രധാനമന്ത്രി, രാജ്യം ഭരിക്കുന്ന ആൾ ഇങ്ങനെ ആയിരിക്കും, ഞാൻ കുറേ പ്രതീക്ഷകളൊക്കെ. ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു സ്ഥാനാർത്ഥി ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ ഇനി മുതൽ ആരെങ്കിലും വരണം എന്നൊരു പ്രാർത്ഥനയുണ്ട്. ടോണി ഉദ്ദേശിക്കുന്ന സ്ഥാനാർത്ഥി എങ്ങനെയുള്ള ആളായിരിക്കണം എന്ന് വെച്ചാ വളരെ വയസ്സായ പാർട്ടിയുടെ എല്ലാ എത്തിക്സും പാലിക്കുന്നവരായിരിക്കരുത്. പുതുതായിട്ട് വയസ്സായ പാർട്ടിയുടെ എത്തിക്സ് പാലിക്കുന്നവരായിരിക്കരുത്. നിങ്ങൾ നേരത്തെ ഒരു അഭിപ്രായം പറഞ്ഞായിരുന്നല്ലോ, പ്രധാനമന്ത്രി എങ്ങനെ ഉള്ള ആളായിരിക്കും? അതൊന്ന് സങ്കല്പിച്ച് നോക്കിയാൽ ഫ്രീക്കൻ പ്രധാനമന്ത്രി ആയിരിക്കണം എന്നാണ്. കാരണം അത്രത്തോളം മോഡേൺ കാഴ്ചപ്പാടാണ് ഈ പിള്ളേർ പങ്കുവെക്കുന്നത്. അവർ പറഞ്ഞോ ഒരു ഫ്രീക്കൻ പ്രധാനമന്ത്രി ആയിരിക്കണം എന്നാണ്. ഇപ്പോൾ നമുക്കറിയാം, കാനഡയെ സംബന്ധിച്ച് ജസ്റ്റിൻ ട്രൂഡോ ഉണ്ട്, ഫ്രാൻസിലെ പ്രീമിയർ. അപ്പോൾ ഇങ്ങനെ യങ്സ്റ്റേഴ്സ് ആണ്. അതായത് ഇങ്ങനെയുള്ള ആൾക്കാരായിരിക്കണം രാജ്യം ഭരിക്കണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ ആയിരിക്കാം. എന്തായാലും നമ്മുടെ ഈ മണ്ഡലം ആറ്റിങ്ങൽ ഉൾപ്പെടുന്ന പ്രദേശമാണല്ലോ ഈ കോളേജ്. എന്റെ മണ്ഡലം തിരുവനന്തപുരം അല്ലല്ല, ഇത് ആറ്റിങ്ങൽ അടക്കമുള്ള പ്രദേശം, ആറ്റിങ്ങൽ മണ്ഡലത്തിലാണല്ലോ ഇതുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. എന്താ പേരെന്താ? പ്രദീപിന് എങ്ങനെയുള്ള സ്ഥാനാർത്ഥി വരണം എന്നാണ്? നമ്മുടെ രാജ്യം ആര് ഭരിക്കണം എന്നുള്ളത്? ഇപ്പോൾ കന്യോട്ടല്ലേ ആദ്യത്തെ വോട്ടല്ലേ ചെയ്യാൻ പോകുന്നത്? അപ്പോൾ അത് പാഴായി പോരുത് എന്നൊരു ധാരണയൊക്കെ ഉണ്ടോ? പാഴാവത്തില്ല, ഞാൻ ഇടുന്ന ശശി തരൂരിനാണ്. ശരി. ഇപ്പോൾ ശശി തരൂരിനെ ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താ? അതായത് യങ്സ്റ്റേഴ്സ് വരണമെന്നും പറയുന്നു, എന്നാൽ ശശി തരൂരിനെ താല്പര്യമുണ്ടോ? എന്താ കാര്യം? എന്താ? നല്ലൊരു മനുഷ്യനാണ്. എന്താണ് എങ്ങനെ വലിയ തരത്തിൽ ചിന്തിക്കുന്ന ആളാണ്, ഒരു രാഷ്ട്രീയ തന്ത്രജ്ഞനാണ്. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട്. അപ്പോൾ ഈ എല്ലാ സ്ഥാനാർത്ഥികളും ഈ നിലയ്ക്ക് ഇങ്ങനെയുള്ളവരാകണം എന്നാണോ നിങ്ങൾ കരുതുന്നത്? എന്റെ അഭിപ്രായത്തിൽ നമ്മളിപ്പോ യുവജനങ്ങളാണല്ലോ, അപ്പോ ഒരു 18 ലക്ഷത്തിലധികം വോട്ട് യുവജനങ്ങളുടെ കിട്ടും, ഉറപ്പായിട്ടും കിട്ടും. കാരണം ഒരുപാട് പേര് ഇവിടെ ഇരിക്കുന്ന ഭൂരിഭാഗം പേരും കന്നി വോട്ട് നിൽക്കുന്നവരാണ്. ഞാനും ഇതുവരെ വോട്ട് ചെയ്തിട്ടില്ല. അപ്പോ എന്റെ അഭിപ്രായത്തിൽ ഇപ്പം നമ്മുടെ മുഖ്യമന്ത്രി ആയാൽ പോലും പ്രധാനമന്ത്രി ആയാലും എല്ലാരും നരച്ച മുടിയും എല്ലാരും വയസ്സരാ. അപ്പോ കുറച്ച് ഫ്രീക്കറായിട്ട് ഡയൊക്കെ ചെയ്ത നല്ല വെളുപ്പല്ല, നല്ല ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാരാണ് ഞങ്ങൾക്ക് താല്പര്യം. രാഷ്ട്രത്തെക്കുറിച്ച് ചിന്തിക്കുകയും എന്നാൽ രാഷ്ട്രീയത്തിന് അതീതമായി ചിന്തിക്കുകയും ഒക്കെ ചെയ്യുന്ന പലതരത്തിലുള്ള വിവിധ തരത്തിലുള്ള കുട്ടികളാണ് ഈ ക്യാമ്പസിൽ ഉള്ളത്. അവർക്ക് പലതരത്തിലുള്ള ചിന്തകളാണ് ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ഉള്ളത്. നമുക്ക് നോക്കാം, ഈ ഭാഗത്തു നിന്ന് എന്തായിരുന്നു നിങ്ങളുടെ അഭിപ്രായ കാര്യത്തിൽ? ഇപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് നമ്മുടെ പുൽവാമ ഇഷ്യൂ കണക്കത്തെ ഇഷ്യൂസ് ഒക്കെ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ആൾക്കാരുടെ ഒരു വോട്ടിന് വേണ്ടി എന്നുള്ള രീതിക്ക്, അല്ലെങ്കിൽ ഒരു ജോഷ് എന്നൊരു സംഭവം ഉണർത്താനുള്ള രീതിക്ക് ഈ വാർ എന്നൊരു കൺസെപ്റ്റിലേക്ക് പലപ്പോഴും പോകുന്നുണ്ട്. പക്ഷേ ഒരു വാർ നടക്കുകയാണെങ്കിൽ സംഭവിക്കാന്ന് വെച്ചാൽ ഒരു രാജ്യം 10 വർഷം പിന്നിലേക്ക് പോകുന്നതാണ് എക്സ്പേർട്സ് പറയുന്നത്. അപ്പോൾ ഈ അവിടെ നിൽക്കുന്നവരുടെ കാവലായി നിൽക്കുന്ന നമ്മുടെ പട്ടാളക്കാരുടെ ജീവന് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഈ വാർ എന്നുള്ളതിനേക്കാളും ടാക്ടിക്കലായിട്ട് ഇപ്പോൾ പഞ്ചാബ് വഴി പോകുന്ന 5 നദികളുണ്ട്. ആ നദികൾ അവിടെ ബ്ലോക്ക് ചെയ്യുമ്പോഴത്തേക്ക് ആ ഒരു ബോർഡർ ഏരിയയിലുള്ളവർക്ക് തന്നെ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അത് കണക്ക് ടാക്ടിക്കലായിട്ടുള്ള രീതിയിൽ ചിന്തിക്കണമെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഈ ചായ അടിച്ച് നിൽക്കുന്നവരെക്കാൾ ഉപരിയായി വിവരമുള്ള കുറച്ച് വിദ്യാഭ്യാസമുള്ളവർ ചെല്ലാനാണ് എൻ്റെ അഭിപ്രായം. പഴയ ആൾക്കാർ തന്നെ വീണ്ടും നിൽക്കുമ്പോൾ അവരെയൊക്കെ ചിന്താഗതികൾ ഇടിഞ്ഞ ചിന്താഗതികളാണ്. യങ്സ്റ്റേഴ്സ് വരുമ്പോൾ അതൊക്കെ മാറി പുതിയ ഒരു ചിന്താഗതിയിലോട്ട് വരും. ഓക്കെ,
അതായത് യുവാക്കൾ കൂടുതൽ കടന്നു വരണം എന്നാണ് ഭൂരിപക്ഷവും ഇക്കാര്യത്തിൽ അഭിപ്രായപ്പെടുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ സോ കോൾഡ് LDF, UDF, BJP അതിൽ നിന്ന് ഉപരി ആര് എന്ത് ചെയ്തു എന്ന് അവന്മാർ ഇലക്ഷൻ ചോദിച്ച് നമ്മുടെ വീട്ടിൽ വരുമ്പോൾ ചോദിക്കണം. ഇപ്പം നമ്മൾ ഇത്രയും പേര് നിൽക്കുകയാണ്, അപ്പം ഞങ്ങളുടെ വീട്ടിൽ ഇലക്ഷന് വോട്ട് തരണം ചേച്ചി, നമ്മൾ ഇത്രയൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് ഒരു പത്രക്കുറിപ്പിൽ എഴുതി തരാതെ നമ്മൾ നിങ്ങൾ എന്താണ് ഞങ്ങളുടെ നാടിന് വേണ്ടി ചെയ്തിട്ടുള്ളതെന്ന് ചങ്കുറ്റത്തോടെ ചോദിക്കാൻ ആളുണ്ടെങ്കിൽ എന്തായാലും ഇനി വരുന്ന സമൂഹം, നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു പുത്തൻ ഇന്ത്യ, നമ്മൾ ഈ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഇന്ത്യ ആയിരിക്കും ഇനി വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളാൽ മാറ്റാൻ സാധിക്കും. ഇപ്പോൾ എൻ്റെ അച്ഛൻ, എൻ്റെ കുടുംബം മുഴുവൻ ചുമപ്പാണ്, പക്ഷെ ഞാൻ ഇത്തവണ വോട്ട് ചെയ്യാൻ പോകുന്നത് തിരിച്ചാണ്. കാരണം എന്താ വെച്ചാൽ ശശി തരൂർ, ഞങ്ങൾ തിരുവനന്തപുരമാണ്, ശശി തരൂരിനായിരിക്കും ഞങ്ങൾ ചെയ്യാൻ പോകുന്നത്. കാരണം ചിന്തയുണ്ടും അദ്ദേഹത്തിന്റെ വയസ്സല്ല, നമ്മൾ യുവത്വം നേരത്തെ പറഞ്ഞു, അദ്ദേഹം യുവാക്കൾ വേണമെന്ന് പറയുന്നു. പക്ഷേ എന്തുകൊണ്ട് ശശി തരൂർ, അദ്ദേഹത്തിന്റെ പ്രവൃത്തിയാണ്. അദ്ദേഹം നിന്നാൽ എന്തെങ്കിലുമൊക്കെ നമ്മുടെ നാടിന് വേണ്ടി ചെയ്യും, ഉറപ്പാണ്. ഞാൻ വേറെ പറയാം, നമ്മൾ മത്സ്യത്തൊഴിലാളികളുടെ മക്കളാണ് ഏറ്റവും കൂടുതൽ. നോബൽ സമ്മാനം ആദ്യമായിട്ട് മത്സ്യത്തൊഴിലാളിക്ക് കിട്ടണമെന്ന് ആദ്യമായിട്ട് വാദിച്ചത് ശശി തരൂരാണ്. ഇതിൽ എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. അതായത് തെരഞ്ഞെടുപ്പിൽ ജയിച്ചു പോകുന്നവർ അടുത്ത ഇലക്ഷന് വരുമ്പോൾ മാത്രമാണ് തങ്ങൾ എന്തൊക്കെ ചെയ്തു എന്നത് സംബന്ധിച്ചുള്ള വിലയിരുത്തലുണ്ടാകുന്നത്. പക്ഷേ അതല്ല, ചോദിക്കാൻ ആളുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഒതുങ്ങി നിൽക്കാതെ ധൈര്യപൂർവ്വം നമ്മൾ അവർ വരുമ്പോൾ ചോദിക്കും, നിങ്ങൾ എന്താ നമുക്ക് വേണ്ടി ചെയ്യാം. അങ്ങനെ ചോദിക്കാൻ ആളുള്ളപ്പോൾ ഭയക്കും അവർ തെറ്റ് ചെയ്യാനായിട്ട്. അതെ, ശരിക്കും യുവാക്കൾ ഒരു വലിയ ഈ രാഷ്ട്രത്തിന്റെ ഒരു ഭാഗതയെ നിർണ്ണയിക്കുന്നതിൽ വലിയ നിർണായകമായ പങ്ക് വഹിക്കുന്നുണ്ട് എന്നാണ് ഒരു പൊതു അഭിപ്രായ കുട്ടികളെല്ലാം പറഞ്ഞത്. മാത്രമല്ല ഏറ്റവും കൂടുതൽ ഈ കടലോര മേഖലയിൽ നിന്ന് ഉള്ള വിദ്യാർത്ഥികൾ കൂടാണ്. ശരിക്കും നിങ്ങളുടെ ഒരു പവർ ശരിക്കും കേരളം അറിഞ്ഞൊരു സമയം കൊണ്ടായിരുന്നു, ഫ്ലഡിൻ്റെ ഒക്കെ ഒരു സമയത്ത്. മാത്രമല്ല യൂത്ത്, നിങ്ങളുടെ മൊബൈൽ ശരിക്കും ഒരു ചാനൽ PCR-ന്റെ കൺട്രോൾ റൂം പോലെ പ്രവർത്തിച്ചിരുന്നു. അങ്ങനെ യൂത്തിൻ്റെ ഒരു പവർ എന്താണ് എന്ന് ശരിക്കും കേരളം കണ്ടതൊക്കെ ഈ ഒരു സമയത്തായിരുന്നു. ആ അർത്ഥത്തിൽ വീണ്ടും ഇങ്ങനെയുള്ള ഇടപെടലുകൾ ഇവരിൽ നിന്നുണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ചേച്ചി പറഞ്ഞായിരുന്നു ഫ്രീക്കനെ വേണം, അങ്ങനെ ഞാൻ ഇവിടെ കേട്ടോണ്ടിരിക്കായിരുന്നല്ല. ഞാനിപ്പം ചെയർമാനാണ്, അപ്പം ഏറ്റവും കൂടുതൽ വിമർശനം എനിക്ക് കേൾക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. കാരണം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ വിമർശനം കിട്ടുന്നത് അയാൾ ഏറ്റവും കൂടുതൽ സത്യസന്ധമായിട്ട് പ്രവർത്തിക്കുമ്പോഴാണ്. അപ്പം ഏറ്റവും കൂടുതലും സത്യസന്ധമായിട്ട് പ്രവർത്തിക്കുന്ന ഒരാൾക്കായിരിക്കും ഏറ്റവും കൂടുതൽ വിമർശനം ഏറ്റെടുക്കേണ്ടി വരുന്നത്. പുതിയ ജനറേഷന് വേണ്ടത് വേറൊന്നുമല്ല, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള വിദ്യാഭ്യാസമുള്ള നാടിന് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുന്ന കുറച്ച് നല്ല നേതാക്കന്മാരെയാണ് വേണ്ടത്. യെസ്, അത് തന്നെയാണ് ന്യൂജനോട്ടും ചോദിച്ചത്. അല്ല, അങ്ങനെയല്ല, ഇതാണ് വേണ്ടത്. പക്ഷേ ഇത് ഇപ്പൊ ഞാൻ ഇവിടെ വന്നിങ്ങനെ പറയാണ്, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ വേണം. എത്ര എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളവർ ഇപ്പൊ ഇലക്ഷന് നിൽക്കുന്നുണ്ട്. ശശി തരൂർ ഉണ്ട്, അതുപോലെ എത്ര പേരുണ്ട്, ഏറെക്കുറെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ കൊണ്ട് പ്ലസ് ടു ആണ് യോഗ്യത. രാഷ്ട്രീയ പ്രവർത്തനം കൊണ്ട് വന്നിട്ടുള്ളവരുണ്ട്, അനുഭവ സമ്പത്ത് കൊണ്ട് വന്നിട്ടുള്ളവരുണ്ട്, അക്കാഡമിക്കലി ക്വാളിഫൈഡ് ആയിട്ടുള്ളവരാണ് വേണ്ടത്. അഴിമതി ഇതൊന്നും ഇല്ലാത്തൊരു രാഷ്ട്രീയം ഇപ്പം ഉണ്ടോ? ഇന്ത്യയിലുണ്ടോ? ഇന്ത്യയിൽ കാണൂല. ഇതിനൊക്കെ മാറ്റം വരണം. ഇതിനൊക്കെ മാറ്റം വരണമെങ്കിൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ വരണം. യുവാക്കളുടെ പ്രാതിനിധ്യം എത്രത്തോളം വലുതാണ് എന്നതിനെ പോലെ തന്നെ ഈ ക്യാമ്പസ് ചിന്തിക്കുന്നുണ്ട്. സ്ത്രീ പ്രാതിനിധ്യം എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉള്ളതെന്ന് അവർ കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട്. സ്ത്രീകളുടെ അപര്യാപ്തത തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് കാണുന്നത്? ഇന്ദിരാഗാന്ധിക്ക് ശേഷം ഒരു പ്രധാനമന്ത്രി ഉണ്ടായിട്ടില്ല. നമ്മുടെ ഇന്ത്യയിൽ ഒരു സ്ത്രീ പ്രധാനമന്ത്രി ഉണ്ടായിട്ടില്ല. പിന്നെ എൻ്റെ മണ്ഡലത്തിലായാലും, ഞാനിപ്പോൾ ചാത്തന്നൂർ മണ്ഡലത്തിലാണ്, കൊല്ലം ജില്ലയിൽ. അവിടെ ആയാലും സ്ത്രീകൾ സംവരണം വരുമ്പോൾ മാത്രമാണ് മത്സരിക്കാറുള്ളത്. അതൊന്ന് മാറണം. ഈ സമകാലീന സംഭവങ്ങൾ മുഴുവൻ, കഴിഞ്ഞ കാലത്ത് നടന്നു പോയിട്ടുള്ള സംഭവങ്ങൾ മുഴുവൻ ഈ ക്യാമ്പസ് ചർച്ച ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ശബരിമലയിലെ സ്ത്രീ പ്രവേശനം അടക്കമുള്ള കാര്യങ്ങൾ, ദേശീയ രാഷ്ട്രീയത്തെ കുറിച്ച് വിവിധ ക്യാമ്പുകളിൽ നിന്ന് വന്നിട്ടുള്ള ദേശീയ രാഷ്ട്രീയത്തിലെ ഇപ്പോൾ കഴിഞ്ഞ സർക്കാരിൻ്റെ അഴിമതികളെക്കുറിച്ച്, ഈ സർക്കാരിൻ്റെ വിലയിരുത്തലുകളെക്കുറിച്ച്, ആരോപണങ്ങളെക്കുറിച്ച് ഒക്കെ ഇവർ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ യൂത്തിനെ കുറിച്ചാണല്ലോ കൂടുതലും പറയുന്നത്, യുവാക്കളായിട്ടുള്ള നേതാക്കൾ വരണമെന്നുള്ളത്. ഒരിടത്തൊരു രാഹുൽ ഗാന്ധി മാത്രമാണ് ഇപ്പോൾ നാഷണൽ ഐക്കൺ എന്ന നിലയിൽ നമുക്ക് പറയാനുള്ളത്, ചൂണ്ടിക്കാണിക്കാനുള്ളത്. ഒരു രണ്ടാം വരവ്, രാഹുലിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു രണ്ടാം വരവാണ് ഇപ്പോൾ നടന്നത്. ഇപ്പോൾ ഈ കുട്ടികളൊക്കെ പറഞ്ഞു ഫ്രീക്കൻ പ്രധാനമന്ത്രി എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അത് ആരായിരിക്കണം, എങ്ങനെയായിരിക്കണം എന്നൊക്കെയാണ് നിങ്ങൾ കരുതുന്നത്? എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഫ്രീക്കൻ പ്രധാനമന്ത്രി വന്നാലും അത് ഏത് കൊടി പിടിച്ച ഒരു പ്രധാനമന്ത്രി നമുക്ക് ഇന്ത്യയിൽ കിട്ടിയാലും നമ്മുടെ കേരളത്തിലെ ഇരട്ടച്ചങ്കനെ പോലെ ഒരാളാകില്ല. തികച്ചും വിയോജിപ്പാണ്. ആ ഇരട്ടച്ചങ്കൻ എന്ന് പറയുന്ന ആ മുഖ്യമന്ത്രി ഇവിടെ ഉള്ളപ്പോൾ കൃപേഷിനെയും ശരത്ലാലിനെയും ഷുഹൈബിനെ പോലുള്ള യുവരക്തങ്ങളാണ് ഇവിടെ വീണത്. ശരിക്കും പറഞ്ഞാൽ അതുപോലുള്ള യുവരക്തങ്ങളുടെ വീഴ്ച കണ്ട് മരിക്കുന്ന ഒരു മന്ത്രിയോ അല്ലെങ്കിൽ ഒരു മുഖ്യമന്ത്രിയോ അല്ല നമുക്ക് ഇവിടെ ആവശ്യം. ഒരു രാഷ്ട്രീയത്തെ പ്രതിനിധീകരിക്കണം അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. ഈ കൃപേഷിന്റെ
സുഹൃത്തിൻ്റെ കാര്യം പറഞ്ഞത്. അതിനു മുമ്പുള്ള കാലഘട്ടം ഒന്ന് ആലോചിച്ച് നോക്കുക. പോലീസിനെ വെച്ച് കൊന്നവരുടെ എണ്ണം എത്രയാണെന്ന് നോക്കുക, അല്ലാതെ വാള് വെച്ച് ആക്രമിച്ച് കൊന്നവർ എത്രയാണെന്ന് നോക്കുക. ഇവിടെ വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടിയതിനു വേണ്ടി മാത്രമല്ല, ജനാധിപത്യ വ്യവസ്ഥിതിക്ക് വേണ്ടി പോരാടിയതിന്റെ പേരിൽ മരിച്ച രക്തസാക്ഷികളുടെ എണ്ണം എടുത്താൽ ഇന്ന് ചുവന്ന കൊടി പിടിക്കുന്നവരുടെ കൂട്ടത്തിൽ 66 പേരാണുള്ളത്. അവിടെ രക്തസാക്ഷികൾ കൊണ്ട് തന്നെയാണ് ഇരട്ട ചങ്ങൻ എന്ന് പറയുന്നത്. മറ്റൊന്ന് ചിന്ത നമുക്കെടുത്ത് നോക്കിയാൽ അറിയാം. ഷുഹൈബ് എന്നൊരു വിദ്യാർത്ഥി, ഷുഹൈബിനെ 10, 30, 35, 41 വെട്ടുകൾ വെട്ടുന്നതാണോ നിങ്ങളുടെ രാഷ്ട്രീയം? കൊലപാതക രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ സജിൻ ഷാഹുലിനെ മറക്കരുത്. കന്നി വോട്ട് ചെയ്യാൻ പോകുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാനൊരു കാര്യം പറയട്ടെ, എന്റെ ഒരു അഭിപ്രായം പറയാം. പലരും പറഞ്ഞു ഫ്രീക്കൻ പ്രധാനമന്ത്രി വേണമെന്ന്, ഒരാൾ പറഞ്ഞു എഡ്യൂക്കേഷന്റെ കാര്യം നല്ലതാണ്. പക്ഷേ എഡ്യൂക്കേഷൻ കൊണ്ട് മാത്രം ഇന്ത്യൻ ജനാധിപത്യത്തിൽ എന്ത് നടക്കുമെന്ന് നമ്മളൊന്ന് ചിന്തിക്കുക. അനുഭവജ്ഞാനം വേണം. ഇത്രയും കാലമായല്ലോ, അനുഭവജ്ഞാനം ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ടുള്ള പോക്ക് നടക്കൂ എന്ന് പല കാര്യത്തിലും നമ്മൾ തെളിഞ്ഞതാണ്. പിന്നെയൊന്ന്, എന്തുകൊണ്ട് ഇപ്പോൾ ഇവർ പറഞ്ഞതുപോലെ അക്രമ രാഷ്ട്രീയം എടുത്തിടുന്നുണ്ട്? അക്രമ രാഷ്ട്രീയം എടുത്തിടുമ്പോൾ ഇന്ത്യ ഒട്ടാകെയുള്ള അക്രമ രാഷ്ട്രീയം എടുത്തിടുക. കേരളത്തിലെ മാത്രമല്ലല്ലോ, ബംഗാളിൽ പോയി നോക്കാം, RSSന്റെ ഭീകരത നോക്കാം. ഇനി ഇപ്പുറത്തേക്ക് വന്നാലും രാജസ്ഥാനിലേക്ക് വന്നാലും ഉണ്ടല്ലോ കുറെ എണ്ണം യുവതങ്ങളെ കൊന്നൊടുക്കുന്നത്. അതിന്റെയൊക്കെ അവസ്ഥ എന്താ? ഇനി അതൊന്നും ഞാൻ പറയുന്നില്ല, കേരളത്തിന്റെ അവസ്ഥയിലേക്ക് ഞാൻ വരാം. കേരളത്തിൽ നിൽക്കുന്നതിൽ അനുഭവജ്ഞാനമുള്ളവരും എഡ്യൂക്കേഷൻ ഉള്ളവരും ഉണ്ട് എന്നുള്ളത് തർക്കമില്ലാത്ത കാര്യമാണ്. ഈ നിൽക്കുന്ന എല്ലാ സ്ഥാനാർത്ഥികൾക്കും തീർച്ചയായിട്ടും എഡ്യൂക്കേഷനും ഉൾപ്പെടെ ഉള്ളവരാണ്. എഡ്യൂക്കേഷൻ ഉണ്ട്, അനുഭവജ്ഞാനവും ഉണ്ട്. എന്തുകൊണ്ട് ഞങ്ങൾ അല്ലെങ്കിൽ ഞാൻ ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നട്ടലിന് ഉറപ്പുണ്ട് എന്നുള്ളത്. കാരണം എത്ര പണം കൊയ്താലും എത്ര പണമിട്ട് മൂടിയാലും അവർ അവരുടെ ആശയങ്ങളെ മറക്കില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അവർക്ക് വോട്ട് ചെയ്യുമെന്ന് പറയുന്നത്. വടക്കേ ഇന്ത്യയിലെ കോൺഗ്രസിനെ താങ്ങിയാണ് കമ്മ്യൂണിസ്റ്റ് ഇപ്പോൾ നിലനിൽക്കുന്നത്. എവിടെയാണ്? പശ്ചിമ ബംഗാൾ, ത്രിപുര, ഞാൻ കാണിച്ചു തരാം. തദ്ദേശ അടിസ്ഥാന ആ പശ്ചിമ ബംഗാളിൽ പിൻവലിച്ചല്ലോ. ഒരാൾ സംസാരിക്കുക. ആരാണ് ആദ്യ കാലഘട്ടത്തിൽ അനുഭവജ്ഞാനം വേണമെന്ന്? അനുഭവജ്ഞാനമുള്ള മുഖ്യമന്ത്രിയാണ് പ്രാദേശിക അടിസ്ഥാനത്തില് 32 ഡാം ഒരുമിച്ച് തുറന്നു വിട്ട് ഇവരെ പ്രളയം ഉണ്ടാക്കിയത്. ശബരിമല സ്ത്രീ വിഷയത്തിൽ മുഖ്യമന്ത്രി എന്താ വീടുകളിൽ പോയി പറഞ്ഞു സ്ത്രീകളോട് പോകാൻ പറഞ്ഞു. സുപ്രീം കോടതി വിധി സുപ്രീം കോടതി വിധിയെ നിഷേധിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? ഏതെങ്കിലും ഒരു സുപ്രീം കോടതി വിധി എടുക്ക് നിഷേധിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? കേരള സർക്കാരിനുണ്ട്. നിങ്ങൾ തടയുന്നു. ഒറ്റ ചോദ്യം, എന്തായിരുന്നു ഇവിടുത്തെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ എന്തായിരുന്നു ശബരിമല വിഷയത്തിൽ കോൺഗ്രസിന്റെ നിലപാട്? പറയട്ടെ. നമ്മുടെ കോളേജ് നിലനിൽക്കുന്ന ആറ്റിങ്ങൽ മണ്ഡലത്തിലും തിരുവനന്തപുരം മണ്ഡലത്തിലും നടുക്കുള്ള ഒരു പ്രദേശത്താണ്. കഴിഞ്ഞ 10 വർഷമായിട്ട് ആറ്റിങ്ങൽ മണ്ഡലം സമ്പത്ത് MPയുടെ കീഴിലാണ്. 10 വർഷമായിട്ട് ശശി തരൂരാണ് തിരുവനന്തപുരത്തെ MP. കഴിഞ്ഞ 10 വർഷം മുമ്പ് ആറ്റിങ്ങൽ ഇപ്പോഴും ആറ്റിങ്ങലായിട്ട് അവിടെ തന്നെ. പക്ഷേ ഇപ്പൊ തിരുവനന്തപുരത്തിന്റെ മുഖം നിങ്ങൾ നോക്കാം, മുഖച്ചായ മാറിയിരിക്കുന്നു. ബൈപ്പാസ്, സ്റ്റേഡിയങ്ങൾ, ഷോപ്പിംഗ് കോംപ്ലക്സുകൾ, എന്തെല്ലാം മാറ്റങ്ങളാണ്. ആറ്റിങ്ങലിന്റെ കാര്യത്തെ പറ്റി പറഞ്ഞു എന്ത് മാറ്റമാണെന്നുള്ളത്. ഏറ്റവും മാറ്റത്തിനുള്ള ഉദാഹരണം സഖാവ് സമ്പത്താണ് ആറ്റിങ്ങൽ ഇപ്പോഴും മത്സരിക്കാൻ കഴിഞ്ഞ 10 കൊല്ലം നിന്നെന്ന് പറഞ്ഞു. ഏറ്റവും വലിയ മാറ്റം ഈ കോളേജിലെ വിദ്യാർത്ഥികൾക്കറിയാം. വിദ്യാഭ്യാസത്തിന് ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകുന്നതാണ് വികസനമാണ് സമ്പത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി റോഡുകളുടെ കാര്യത്തിലാണെങ്കിലും അതിനും എണ്ണമുണ്ട്. ഇനി നാടുകളിലേക്ക് ഇറങ്ങിയാൽ നാടുകളിലെ ലൈബ്രറികൾ ഉൾപ്പെടെ ആരോഗ്യ മേഖലകളിൽ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ, ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിലെല്ലാം ആംബുലൻസ് വൽക്കരിച്ച എല്ലാ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിലും ആംബുലൻസ് ചെയ്തു കൊടുത്ത ഒരു മണ്ഡലമാണ് ആറ്റിങ്ങൽ എന്ന് പറയുന്നത്. അതിൽ ആർക്കും തർക്കമില്ല. മറ്റൊന്ന്, നമ്മുടെ കോളേജിലേക്ക് വരാം. വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ സ്ത്രീ ശാക്തീകരണത്തിന്റെ കാര്യത്തിൽ കാണുന്ന ബിൽഡിംഗ് അത് സമ്പത്ത് MPയുടെ പേരിൽ ഇവിടെ വന്നൊരു ആ വിമൻ അമ്യൂണിറ്റി സെന്റർ നമുക്ക് നോക്കിയാൽ അറിയാം ഉദ്ദേശമാണ് എത്ര രൂപ ചെലവുണ്ടാകുമെന്ന്. പുള്ളിക്കാരനിട്ട വില 25 ലക്ഷം രൂപയാണ്. 25 ലക്ഷം രൂപയ്ക്ക് കൊട്ടാരം പോലുള്ള ഒരു മാളിക നമുക്ക് പണയാം. ഒരു വൈൻഡിങ് മെഷീൻ ഉണ്ടോ അവിടെ? സ്ത്രീ പ്രാധാന്യവും നവോത്ഥാനവും ഉദ്ധരിക്കുന്നവർക്ക് അതിന്റെയൊക്കെ വില അറിയണമെങ്കിൽ അതൊക്കെ ചെയ്ത് കാണിക്കണം, പ്രവർത്തിച്ച് കാണിക്കണം. കഴിഞ്ഞ സർക്കാർ എന്ത് ചെയ്തു എന്നൊരു സ്ക്രീനിങ് ഒക്കെ ചെയ്യുന്നത് നമ്മൾ ഈ ഒരു സമയത്തായിരിക്കുമല്ലോ. അവർ കുറേ വാഗ്ദാനങ്ങൾ തന്നിരുന്നു, അത് എത്രത്തോളം നിറവേറ്റിയിട്ടുണ്ട് അല്ലെങ്കിൽ ഏതൊക്കെ ഫലപ്രാപ്തിയിലെത്തി എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്ന ഈ സമയത്തായിരിക്കുമല്ലോ. ഒരു ന്യൂ വോട്ടർ എന്ന നിലയിൽ സമ്മതിദാന അവകാശം വിനിയോഗിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും നിന്റെ മനസ്സിലേക്ക് വരിക, അല്ലെങ്കിൽ എന്തൊക്കെയാണ് സ്ക്രീൻ ചെയ്യുക?
കഴിഞ്ഞ ഒരു സർക്കാർ നമ്മൾ വിലയെടുക്കുമ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു ഇഷ്യൂ ആണ്, കോൺഗ്രസിനെ പൊക്കി പിടിക്കുന്ന ഒരു വിഷയമാണ് ഈ റാഫേൽ ഇഷ്യൂ. റാഫേൽ ഇഷ്യൂ പറ്റി പറയുകയാണെങ്കിൽ 2004 നമ്മുടെ ഇന്ത്യൻ എയർഫോഴ്സും ആർമിയും കൂടെ അവരോട് ഒരു അവകാശം വെച്ചിരുന്നു. മിഡ് സൈസ് എയർക്രാഫ്റ്റ് ആവശ്യമുണ്ടായിരുന്നു. 2004 വെച്ച അവകാശമാണ്. അന്നും ഉണ്ടായിരുന്ന കോൺഗ്രസ് സർക്കാരായിരുന്നു. ആ ഒന്നുണ്ടെന്ന കോൺഗ്രസ് സർക്കാർ അത് പാസ് ചെയ്ത് വന്നപ്പോഴത്തേക്ക് അവരുടെ സർക്കാർ കാലം പോലും കഴിഞ്ഞു പോയി. അന്ന് 136 വിമാനങ്ങൾക്ക് വേണ്ടി അവർ ഓർഡർ നൽകിയതിൽ 12 മാത്രമാണ് അവർ നിർമ്മിച്ചുണ്ട്. ബാക്കിയെല്ലാം ടെക്നോളജിക്കൽ നോഹോ മാത്രമാണ് കൊടുത്തിരുന്നത്. അതായത് ടെക്നോളജി മാത്രം നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കണം. അത് പോരാഞ്ഞിട്ട് അതിനോടൊപ്പം തന്നെ സ്പെയർ പാർട്സും മിസൈലും വന്ന് കൊടുത്തിട്ടില്ലായിരുന്നു. പക്ഷേ ഇന്ന് നമ്മുടെ NDA സർക്കാർ എടുത്തൊരു കാര്യം നോക്കുകയാണെങ്കിൽ, ഒരു മോദിയുടെ ഒരു കടുത്ത വിമർശകനാണെങ്കിൽ പോലും സത്യാവസ്ഥ നോക്കുകയാണെങ്കിൽ 36 റെഡിമെയ്ഡ് എയർക്രാഫ്റ്റ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഈ 12 റെഡിമെയ്ഡ് 36 റെഡിമെയ്ഡ് ആകുമ്പോഴത്തേക്ക് വരുന്ന തുകയുടെ വ്യത്യാസം, അത് പോരാഞ്ഞിട്ട് അതിനോടൊപ്പം കൂടെ വരുന്ന മിസൈലുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒരുപാട് കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ അനാവശ്യമായ ഓരോരോ കേസുകളാണ് കൊണ്ടുവരുന്നത്. ഇപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് ഇവിടെ പറയുണ്ടായി, നരേന്ദ്രമോദി 36 ജെറ്റൊക്കെ വാങ്ങിയത്. ഈ 36 ജെറ്റ് വാങ്ങിയതിൻ്റെ ഒപ്പം തന്നെ പുള്ളിക്കാരൻ 1.5 ലക്ഷത്തിന് 2 ലക്ഷത്തിന് കുർത്തിയും ജുബ്ബയും കാര്യങ്ങളും വാങ്ങി. ഇതെവിടെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതല്ല, അത് ഓർക്കണം നിങ്ങൾ. പിന്നെ പറയാനുള്ളത്, നരേന്ദ്രമോദിയെ പോലെ ഉള്ളവരെ അല്ലെ വർഗീയത വെച്ച് പുലർത്തുന്നവരെ പ്രധാനമന്ത്രി സ്ഥാനത്തിലേക്ക് വിടുമ്പോൾ നിങ്ങളൊരു കാര്യം ആലോചിക്കേണ്ടത്, മിനിമം ഒരു വിദ്യാഭ്യാസം ഫേക്ക് ഡിഗ്രി അല്ല ചായക്കടക്കാരന്മാരെ ആക്കുമ്പോൾ ഇന്ത്യക്ക് ഇതല്ല ഇതിൻ്റെ അപ്പുറം ഗതി വരും. പെട്രോൾ വില കോൺഗ്രസ് ഇവിടെ ഭരിച്ചിരുന്ന സമയത്ത് 60 രൂപയായിരുന്ന സമയത്ത് ഇവിടെയുള്ള BJP-കാർ തന്നെയാണ് ഗ്യാസും തലയെ ചുമന്നും കാളവണ്ടിയും വലിച്ചുകൊണ്ട് റോഡിൽ കൂടെ പോയത്. അതേ BJP-കാരാണ് ഇന്ന് ഇവിടെ 76 രൂപയായപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത്. അത് മനസ്സിലാക്കണം. പിന്നെ എനിക്ക് കേരളത്തിലെ മാതാപിതാക്കളെടുത്ത് ഒരു കാര്യം പറയാനുള്ളത് എന്തെന്ന് വെച്ചാൽ, ഒരിക്കലും അക്രമ രാഷ്ട്രീയത്തിന് വോട്ട് ഇടരുത്. കാരണം എന്നെപ്പോലെ മക്കളുള്ള 18ഉം 20ഉം വയസ്സുള്ള മക്കളുള്ള നിങ്ങൾ നാളെ അവരും ഓരോ റോഡിൻ്റെ മൂലയിലും കുറ്റിക്കാലിലൊക്കെ വെട്ടി ചീന്തി എറിയപ്പെട്ടേക്ക്. അതുകൊണ്ട് എനിക്ക് നിങ്ങൾ അത് ഏത് പാർട്ടി ആയിക്കോട്ടെ, കോൺഗ്രസ് ആയിക്കോട്ടെ കമ്മ്യൂണിസ്റ്റ് ആരായിക്കോട്ടെ, അക്രമ രാഷ്ട്രീയത്തിന് വോട്ട് ചെയ്തരുത് എന്നാണ് എനിക്ക് കേരളത്തിലെ മാതാപിതാക്കളോട് അല്പമെങ്കിലും മനസ്സാക്ഷിയുണ്ട്. ആ കൃപേഷിൻ്റെ അച്ഛൻ്റെ കരച്ചിൽ മനസ്സിലുണ്ടെങ്കിൽ, ശരത്ലാലിൻ്റെ വീട്ടിലെ അവസ്ഥ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ, അഭിമന്യുവിന്റെ വീട്ടിലെ അവസ്ഥ ഓർമ്മയുണ്ട്. ഒരു കാര്യമല്ല, അഭിമന്യു കൊല്ലപ്പെട്ടത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അഭിമന്യു എന്ന് പറഞ്ഞ വിദ്യാർത്ഥിയുടെ കൊല്ലപ്പെട്ടത്. അവരുടെ സർക്കാരാണ്. കൊലയാളികളെ ഇതുവരെയും കണ്ടുപിടിക്കാൻ പറ്റിയില്ല. എന്തുകൊണ്ട് കണ്ടുപിടിക്കാൻ സംഭവിച്ചില്ല? ഇത്രയും മാസങ്ങൾ എന്തുകൊണ്ട്? പക്ഷേ എതിർപ്പാർട്ടിയിലുള്ള അവർ ചെയ്യുന്നുണ്ട്, ഇല്ലാന്നൊന്നും പറയാം. പക്ഷേ എന്തുകൊണ്ട് സ്വന്തം രക്തസാക്ഷിയുടെ കൊലയാളികൾ ഇതുവരെ അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല? ഉത്തരം തരണം. അതുകൊണ്ട് എനിക്ക് പറയാം, അക്രമ രാഷ്ട്രീയത്തിൽ ആരായാലും, BJP ആയാലും കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും ദേശീയ തലത്തിലായാലും സംസ്ഥാന തലത്തിൽ ആർക്കായാലും അക്രമ രാഷ്ട്രീയത്തിന് വോട്ട് നൽകരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. തുമ്പ സെന്റ് സേവിയേഴ്സിലെ കുട്ടികൾക്ക് 1000 വിഷയങ്ങളിൽ വ്യത്യസ്ത തരത്തിലുള്ള അഭിപ്രായങ്ങൾ പറയാനുണ്ട്. അത് ദേശീയ രാഷ്ട്രീയം സംബന്ധിച്ചാണെങ്കിലും കേരളത്തിലെ പൊളിറ്റിക്സ് സംബന്ധിച്ചാണെങ്കിലും അങ്ങേയറ്റം അവരുടെ ക്യാമ്പസ് ഉൾപ്പെടുന്ന പ്രാദേശിക രാഷ്ട്രീയ വിഷയങ്ങളിൽ പോലും നിരവധി അഭിപ്രായങ്ങളാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്തായാലും വളരെ ഗൗരവമായ സജീവമായ ചർച്ചയാണ് നടത്തിയത് സെന്റ് സേവിയേഴ്സിൽ ഈ കുട്ടികൾ എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കേരളത്തിലെ യുവജനങ്ങൾ എങ്ങനെയാണ്, ക്യാമ്പസ് എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത് എന്നത് അന്വേഷിച്ച് വിവിധ ക്യാമ്പസുകളിലൂടെ കയറിയിറങ്ങുകയാണ് നിങ്ങൾ. തിരുവനന്തപുരം വിമൻസ് കോളേജ് അവഗണിക്കാനാവാത്ത, ഒഴിച്ചുകൂടാനാവാത്ത ഒരു ക്യാമ്പസാണ്. എന്താ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പൊതുപ്രതീക്ഷ എങ്ങനെയാണ്? തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തോടനുബന്ധിച്ച് സംസാരിക്കുകയാണെങ്കിൽ ശക്തമായ ത്രികോണ മത്സരമാണ് ഇത്തവണയുള്ളത്. പക്ഷേ ഗവൺമെൻറ് വിമൻസ് കോളേജിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആദ്യമായിട്ട് നമ്മുടെ ക്യാമ്പസിലേക്ക് വോട്ട് അഭ്യർത്ഥിച്ചെത്തിയ നമ്മുടെ പ്രിയപ്പെട്ട സഖാവ് ദിവാരനാണ്. അപ്പോൾ നമ്മുടെ സ്വന്തം മണ്ഡലത്തിലെ ഒരാൾ കൂടിയായ സഖാവ് ദിവാരൻ തന്നെയാണ് വിജയിച്ച് വരണമെന്നാണ് ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ ഞങ്ങളുടെ താല്പര്യം. മാത്രമല്ല, വിദ്യാർത്ഥികൾക്കൊപ്പം നിൽക്കുന്ന, വർഗീയതയ്ക്കും മറ്റ് അനാചാരങ്ങൾക്കും എതിരെ നിൽക്കുന്ന ഒരു സംഘടന തന്നെയായിരിക്കും, ഒരു പാർട്ടി തന്നെയായിരിക്കണം ഇവിടെ തിരുവനന്തപുരത്ത് അമരക്കാരനായി എത്തുക. അങ്ങനെ ഒരു സ്ഥാനാർത്ഥി തന്നെയായിരിക്കണം ജയിക്കുക എന്നുള്ള പൂർണ്ണമായ വിശ്വാസം ഞങ്ങൾക്കുണ്ട്. പ്രാവശ്യത്തെ ഇലക്ഷൻ എന്ന് പറയുമ്പോൾ നല്ലൊരു ചൂടിലാണ്. നമ്മളെന്ന് പറയുമ്പം വിദ്യാർത്ഥികളാണ്. നമ്മുടെ ഇടയിൽ തന്നെ ഇറങ്ങി വന്ന സ്ഥാനാർത്ഥികൾ മനസ്സിലാക്കണം എന്താണ് നമ്മുടെ പ്രശ്നം. അല്ലാതെ പൊളിറ്റിക്സ് എന്ന് പരമായിട്ട് അവിടെ തന്നെ ഒതുങ്ങിക്കൂടരുത്. ഈ ഒട്ടുമിക്ക ആൾക്കാരെ നമ്മുടെ ഇലക്ഷൻ സമയത്ത് മാത്രമേ കാണാറുള്ളൂ. അതൊരിക്കലും അങ്ങനെ ആകാൻ പാടില്ല. എപ്പോഴും നമുക്ക് നമ്മുടെ കൺമുന്നിൽ തന്നെ നമുക്ക് പിന്നെ അവരെ കാണാൻ പറ്റണം. നമ്മുടെ ആവശ്യങ്ങളായിട്ട് നമുക്ക് എപ്പോൾ വേണമെങ്കിലും സമീപിക്കാൻ പറ്റണം. അപ്പോൾ നിങ്ങൾ ഈ പഠിക്കുന്ന കുട്ടികളാണ്, വിദ്യാർത്ഥികളാണ്. ഇത് കഴിഞ്ഞിട്ട് തൊഴിൽപരമായ രംഗത്തേക്കൊക്കെ ഇറങ്ങേണ്ട ഒരു ആവശ്യകതയൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളെ കാത്തിരിക്കുന്ന ഒരു രാജ്യം, അതായത് നിങ്ങളെ ഉൾക്കൊള്ളുന്ന, നിങ്ങൾക്ക് തൊഴിൽ തരാൻ സൗകര്യമുള്ള ആ തരത്തിൽ ഉൾക്കൊള്ളുന്ന ഒരു ഭരണകൂടം എന്ന തരത്തിൽ കൂടി നിങ്ങൾ എന്താണ് പ്രതീക്ഷിക്കുന്നത്? എന്ത് പ്രതീക്ഷയാണ് വെച്ച് പുലർത്തുന്നത്? ഭാവി ഇന്ത്യയെക്കുറിച്ച് എങ്ങനെയാണ് കാണുന്നത്? ഒരുപാട് തൊഴിലവസരങ്ങൾ നമുക്ക് തരുമെന്ന് വിദ്യാർത്ഥികൾ പഠിച്ചിറങ്ങുന്നവർക്ക് ഇന്ത്യയിലെ 131 കോടിയോളം വരുന്ന ജനങ്ങൾക്ക് തന്നൊരു വാഗ്ദാനമാണ്. പക്ഷേ അതിൽ ഒരു നീതിയും വെച്ച് പുലർത്താൻ നമ്മുടെ പ്രധാനമന്ത്രിക്ക് സാധിച്ചിട്ടില്ല. കാരണം ഒരുപാട് തൊഴിലവസരങ്ങൾ ഇല്ലാതെ പലരും നമ്മുടെ കേരളത്തിൽ തന്നെയുണ്ട്. കേരളത്തിലും ഇന്ത്യയിലും ഇഷ്ടംപോലെ അധികം
യുവാക്കളുണ്ട്. അപ്പം അടുത്ത് വരുന്ന ഒരു ഗവൺമെൻറ് ആരായിരിക്കുമെന്ന് അറിയില്ല, ആ ഒരു ഗവൺമെൻറ് യുവജനങ്ങളെ കൂടുതൽ പരിഗണിച്ച് വിദ്യാർത്ഥികൾക്കും യുവജനങ്ങൾക്കും തൊഴിലവസരങ്ങൾ കൂടുതൽ തരണമെന്നാണ് പറയാനുള്ളത്. വലിയ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണ് നമുക്ക് മുന്നിൽ എത്തി നിൽക്കുന്നത്. എങ്ങനെയാണ് ഇതിനെ പൊതുവിൽ കാണുന്നത്? പൊതുവിൽ ഞാൻ ഇപ്പോൾ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം എടുത്താൽ 10 വർഷമായി ഭരിക്കുന്ന ഒരു പാർട്ടിയെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് വാഗ്ദാനങ്ങൾ തന്നിട്ടുണ്ട് അവർ. പക്ഷെ അതൊന്നും പാലിക്കപ്പെടാതെ പോവുകയാണ്. അതിന് ദേശീയ തലത്തിലായാലും അവർ വയ്ക്കുന്ന കാഴ്ചപ്പാടുകൾക്ക് അവരുടേതായ ഒരു നിലപാട് അവർ ഒരിക്കലും അതിനോട് നീതി പുലർത്താൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇനി വരുന്ന ഒരു നേതാവ് അല്ലെങ്കിൽ ഒരു പാർട്ടി ഏതായാലും വിദ്യാർത്ഥി പക്ഷത്ത് നിന്ന് യുവജനങ്ങൾക്ക് അവസരം നൽകുന്ന ഒരു പാർട്ടിയാവണം. ക്യാമ്പസുകളിൽ നിന്ന് മറ്റ് ക്യാമ്പസുകളിലേക്കുള്ള യാത്രയിൽ ന്യൂജൻ വോട്ട്, അതായത് യുവജനങ്ങൾ എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഒഴിച്ചുകൂടാനാവാത്തൊരു ക്യാമ്പസ് നേരത്തെ സൂചിപ്പിച്ച പോലെ വിമൻസ് കോളേജ് ആയിരുന്നു. അവിടെയുള്ള കുട്ടികളുടെ കാഴ്ചപ്പാട് ഇങ്ങനെയാണ്. ഇനി അടുത്ത ക്യാമ്പസിലേക്ക്.